बिहारी जय राधा माधव जय कुंज बिहारी जय गोपी जन वल्लभा जय गिरिवरधारी जय गोपी जन वल्लभा जय गिरिवरधारी यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन यमुनतीरावनचारी जय कुञ्ज बिहारी जय राधा माधव जय कुंज बिहारी जय राधा माधव जय कुंज बिहारी हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवतेरुत्तमश्लोके भक्तिर्भवति नैष्टिकी मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं श्रीपरमानन्दमाधवं श्रीचैतन्यमीश्वरम् हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोऽस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधार श्रीवासादि गौरभक्त वृंदा हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. നമ്മള് ഗർഗഭാഗവതത്തിലെ 11-ാമത്തെ അധ്യായമായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഓർമ്മയുണ്ടോ എന്തോ നമ്മൾ പറഞ്ഞെന്ന്? ഞാൻ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് പോകാം. നമ്മള് ശ്രീകൃഷ്ണ അവതാരത്തെ പറ്റിയായിരുന്നു, ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭൂമിയിൽ അവതരിക്കുന്ന ആ ഒരു ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ ഫുള്ള് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന് തൊട്ടു മുമ്പ് ബലരാമന്റെ അവതാരവും നമ്മള് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് കൃഷ്ണന്റെ അവതാരത്തെ പറ്റിയായിരുന്നു പറഞ്ഞു നിർത്തി. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാ നമ്മൾ പറഞ്ഞേ? അപ്പൊ നാരദ മഹർഷി ബഹുളാശ മഹാരാജാവിന് ശ്രീകൃഷ്ണന്റെ ജന്മത്തെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു എന്തായിരുന്നു, ഇതുപോലെ അശരീരി കേൾക്കുകയും അത് കഴിഞ്ഞപ്പോഴത്തേക്കും കംസന് ഭയങ്കരമായിട്ടും ദേഷ്യം വന്ന് ദേവകിയെയും വസുദേവരെയും കാരാഗ്രഹത്തിൽ ഇടുകയും അവരെ കുറെ ഭയങ്കര ക്രൂരമായിട്ട് പെരുമാറുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്താണ്, ദേവകിയുടെ ആദ്യത്തെ 6 കുട്ടികളെ പ്രസവിച്ചു കഴിഞ്ഞ് അവരെ ഉടനെ തന്നെ എന്താ വധിച്ചു കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് 7-ാമത്തേന്ന് പറയുമ്പോഴത്തേക്കും ബലരാമന്റെയാണ് അല്ലെ. 7-ാമത്തെ ഗർഭം എന്ന് പറയുമ്പോൾ അത് അവിടെ ഒരു അത് അലസിപ്പോവുകയാണ് ചെയ്തത്. അത് ശരിക്കും എന്തുകൊണ്ട് നടന്നത്? ദേവകിയുടെ ഗർഭത്തിൽ നിന്ന് രോഹിണിയുടെ ഗർഭത്തിലേക്ക് ആകർഷിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ടാണ് അത് അവിടെ ഒരു മാറ്റം വന്നതുകൊണ്ടാണ് ആ ഒരു അത് ട്രാൻസ്ഫർ ചെയ്തു പോയത് കൊണ്ടാണ് അവിടെ ഒരു സംകർഷണൻ എന്നുള്ളൊരു പേര് ബലരാമന് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ശ്രീകൃഷ്ണന്റെ അവതാരം വരുമ്പോഴത്തേക്കും ഭഗവാൻ അവതരിക്കുന്നത് വസുദേവരുടെ ഹൃദയത്തിലാണ്. അപ്പോഴത്തേക്കും വസുദേവര് നരനാരായണനെ പോലെ ശോഭിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട്
അത് ദേവകിയുടെ ഗർഭത്തിലോട്ട് മാറ്റപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ ദേവകിയെയും വേറൊരു ലക്ഷ്മി ദേവിയെ പോലെ പ്രകാശിക്കാൻ തുടങ്ങി. അപ്പൊ ഇത് കണ്ടപ്പോഴേ ആർക്ക് ഡൗട്ട് അടിച്ചു? കംസന് ഭയങ്കരമായിട്ടുള്ളൊരു ഡൗട്ട് വരികയാണ്. ഓ, ഇതിപ്പം എന്താ അശരീരി പറഞ്ഞ പോലെ കംസന്റെ അന്ധകൻ ആയിട്ടുള്ള ആ ആള് ജനിക്കാൻ പോവുകയാണെന്നുള്ളൊരു ഇത് മനസ്സിൽ വരാൻ തുടങ്ങി കംസന്. അത് കഴിഞ്ഞ പിന്നെ കംസന് ഭയങ്കരമായിട്ടുള്ള ഭയമാണ് ഉള്ളില്. എല്ലായിടത്തും ഭഗവാനെ കാണുകയാണ്, ഉറക്കത്തില് പേടിച്ചു ഉണരുകയാണ് ഭഗവാനെ കണ്ട്. എന്നുവെച്ചാൽ നമുക്കറിയാം കംസൻ നേരത്തെ ആരായിരുന്നു? കംസന്റെ കഴിഞ്ഞ ജന്മം ഓൾറെഡി പറഞ്ഞു. അതിനകത്ത് കംസന്റെ കഴിഞ്ഞ ജന്മത്തിൽ കംസന്റെ പേര് ഏതാണെന്ന് നിങ്ങൾ ഓർത്ത് പറയാം. അപ്പൊ തൊട്ടേ കഴിഞ്ഞ ജന്മം എന്തോ കാലനേമി. അപ്പൊ കംസന്റെ പൂർവ്വജന്മത്തിൽ തൊട്ടുള്ള ശത്രുവാണ് മഹാവിഷ്ണു. അപ്പോ ഈ ജന്മത്തിൽ കംസനായിട്ട് വന്നപ്പോഴും മഹാവിഷ്ണു തന്നെയാണ് കംസനെ വധിക്കുന്നത്. അപ്പോ എല്ലായിടത്തും ആ മഹാവിഷ്ണുവിന്റെ ആ രൂപം കണ്ട് 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 ഭയങ്കര ഭയത്തോടാണ് കംസൻ ജീവിക്കുന്നത്. അപ്പൊ നമുക്കറിയാം എന്താ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഭഗവാനെ ഏത് രൂപത്തിൽ കണ്ടാലും ഭഗവാനെ ഓർക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. പക്ഷെ ഭക്തരെ സംബന്ധിച്ച് ഭഗവാനെ എപ്പോഴും ഭഗവാനെ നല്ല രീതിയിൽ സേവിക്കണം എന്നുള്ള ആ രീതിയിൽ ഭക്തന്മാര് എപ്പോഴും ഭഗവാനെ കാണാവൂ. പക്ഷേ ഈ ദൈത്യന്മാരും ഈ അസുരന്മാരായിട്ടുള്ള ആൾക്കാർക്കും ഭഗവാനെ വേണ്ടേ? ഭഗവാനെ കിട്ടണം. അവർക്കും അവസാനം ഒരു മോക്ഷം കിട്ടി ഭഗവാനിലേക്ക് എത്തണം. അതിനുവേണ്ടി അവരേത് രീതിയിലാണ് ഭഗവാനെ കാണുന്നത്? ഒരു ശത്രുവിന്റെ രീതിയിലാണ് ഭഗവാനെ കാണുന്നത്. അതെല്ലാം കഴിഞ്ഞ് ഇതുപോലെ ഭഗവാൻ ദേവകിയുടെ ഗർഭത്തിൽ ഇരിക്കുന്ന ആ സമയത്ത് ബാക്കിയുള്ള ദേവീദേവന്മാരെല്ലാം വന്ന് ഭഗവാന് ഓരോ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവരെല്ലാം അവരവരുടെ സ്വധാമത്തിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ് അങ്ങനെ ഭഗവാൻ ശരിക്കും അവിടെ ആ ഭൂമിയിൽ അവതരിക്കാൻ പോകുന്ന സമയത്ത് ഭൂമിയിൽ കുറേ രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. മഴ ചെറുതായിട്ട് പെയ്യാൻ തുടങ്ങി. അവിടുത്തെ ആ അന്തരീക്ഷം മുഴുവൻ ഭയങ്കര സമാധാനം, എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള ഒരു വല്ലാത്തൊരു സന്തോഷവും സമാധാനവും എല്ലായിടത്തും നിറയാൻ തുടങ്ങി. ദേവന്മാരും വിദ്യാധരന്മാരും ഗന്ധർവന്മാരും എല്ലാം നൃത്തം ചെയ്യാൻ തുടങ്ങി, പുഷ്പങ്ങൾ വർഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഭദ്രമാസത്തില് കൃഷ്ണപക്ഷത്ത് ബുധനാഴ്ച രോഹിണി നക്ഷത്രത്തില് ഹർഷണ യോഗം വൃഷ ലഗ്നം അഷ്ടമി തിഥിയില് അർദ്ധരാത്രിയില് ലോകം മുഴുവൻ ഇരുണ്ട് മൂടിക്കിടക്കുന്ന ആ സമയത്താണ് ആ ഒരു വെളിച്ചം പകരുന്നത് പോലെ, അജ്ഞാനം ഇല്ലാതാക്കുന്നത് പോലെ ഭഗവാൻ അവിടെ അവതരിക്കുന്നത്. ഭഗവാനെ ഒരിക്കലും പ്രസവിക്കുകയോ അങ്ങനല്ല, ഭഗവാൻ അവതരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഭഗവാൻ പുറത്ത് വെളിയിൽ വന്നപ്പോഴത്തേക്കും ഭഗവാൻ അവതരിച്ചു വന്നപ്പോഴത്തേക്കും ഭഗവാനെ എങ്ങനെയാ കാണാനിരുന്നത്? ഭഗവാൻ ഭയങ്കര നല്ല പൂമാലയൊക്കെ ധരിച്ച് കാലയില് കൊലുസും കയ്യില് വളകളും ചെവിയില് കുണ്ടലങ്ങളൊക്കെ അണിഞ്ഞ് ആ ഒരു കാർമേഘം പോലത്തെ ചുരുണ്ട കറുത്ത മുടിയൊക്കെ തലയിൽ ഇങ്ങനെ നെറ്റിയിലൊക്കെ ഇങ്ങനെ ഒന്ന് തൊട്ട് ആ ഒരു മയിൽപീലിയൊക്കെ ഇട്ട് പീതാംബരം ഉടുത്ത് ഭയങ്കര മനോഹരമായിട്ടുള്ള രൂപത്തിലാണ് ശ്രീകൃഷ്ണൻ അവിടെ അവതരിക്കുന്നത്. അപ്പൊ ആദ്യം ശരിക്കും 4 ചതുർഭുജത്തോടു കൂടിയുള്ള രൂപത്തിലാണ് വന്നത്. എന്നിട്ടാണ് ഭഗവാൻ ആ ഒരു 2 കൈയുള്ള രൂപത്തിലേക്ക് വരുന്നത്. അങ്ങനെ ആ കോടി കാമദേവന്മാരെക്കാളും അധികം ശോഭിക്കുന്ന ആ ഒരു രൂപത്തിലാണ് ഭഗവാൻ ആദ്യം വരുന്നത്. എപ്പോഴും ഭഗവാൻ അങ്ങനെ തന്നെ. എന്നാലും ഇപ്പം ദേവകിയും വസുദേവരുടെ മുമ്പില് നോക്കിയപ്പോഴത്തേക്കും ഭഗവാൻ ഭയങ്കര സുന്ദരനായിട്ട് ആ കണ്ണുകളൊക്കെ താമര പോലുള്ള കണ്ണുകളോടുകൂടി ഭഗവാൻ അവിടെ അവരുടെ മുമ്പിൽ അവതരിക്കുകയാണ്. അത് കണ്ടപ്പോഴത്തേക്കും വസുദേവരുടെ മനസ്സിലുള്ള അജ്ഞാനം മുഴുവൻ മാറി വസുദേവരും ഭഗവാനെ ഭയങ്കരമായിട്ട് പ്രകീർത്തിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ ഈ ഭഗവാനെ കണ്ടപ്പോ തന്നെ വസുദേവര് മനസ്സുകൊണ്ട് ബ്രാഹ്മണർക്ക്
1,00,000 പശുക്കളോളം ദാനം ചെയ്യാണ്. അപ്പോൾ പണ്ടൊക്കെ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കും രാജാക്കന്മാരും ഒക്കെ കുറേ ദാനം കൊടുക്കും, ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കും. അത് ഭയങ്കര നല്ല കാര്യമാണല്ലോ, ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാൻ അവതരിച്ചത് കണ്ടപ്പോഴത്തേക്കും തന്നെ മനസ്സുകൊണ്ട് വസുദേവര് കുറേ ലക്ഷക്കണക്കിന് പശുക്കളെ ദാനം കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ആരാണ് വസുദേവര് ഭഗവാനെ പ്രകീർത്തിക്കാൻ തുടങ്ങി. അതെല്ലാം ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ദേവകിയും ഭഗവാനെ പ്രകീർത്തിക്കാൻ തുടങ്ങി. എന്നിട്ട് എന്താ സംഭവിച്ചേ? രണ്ടുപേരും ഭഗവാനെ കുറിച്ച് ഭഗവാന്റെ അടുത്ത് പറയാണ്, ഞങ്ങളെ എങ്ങനെങ്കിലും ഇവിടുന്ന് രക്ഷിക്കണം എന്നൊക്കെ ഭഗവാന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ അവിടെ സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഭഗവാൻ എന്തോ സംസാരിക്കാൻ തുടങ്ങിയെന്ന് നോക്കാം. ഭഗവാൻ എന്താണ് പറഞ്ഞത്? ഭഗവാൻ അവർക്ക് അവരുടെ കഴിഞ്ഞ ജന്മത്തെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അവര് കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു, എന്ത് തപസ്സനുഷ്ഠിച്ചാണ് ഇപ്പം ഭഗവാനെ തന്നെ സ്വയം അവർക്ക് മകനായിട്ട് കിട്ടിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഭഗവാൻ എന്ത് ചെയ്യുക, ആ ഒരു കുഞ്ഞിന്റെ രൂപത്തിലോട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ്. എങ്ങനാണോ ഒരു നടൻ പെട്ടെന്ന് തന്നെ അവന്റെ ആ ഒരു കോസ്റ്റ്യൂം വേഷം മാറുന്നത്, അതുപോലെ ഭഗവാൻ ഓരോ കോസ്റ്റ്യൂം മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. അങ്ങനെ ആ ഒരു 4 ചതുർഭുജ രൂപത്തിൽ നിന്നിട്ട് ആ കുഞ്ഞിന്റെ ഒരു സാധാരണ ഒരു കുട്ടിയുടെ രൂപത്തിലോട്ട് ഭഗവാൻ മാറുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു സമയത്താണ് എന്ത് സംഭവിക്കുന്നേ? നമ്മുടെ നന്ദഗ്രഹത്തില്, അതെവിടാ? നമ്മുടെ ഗോകുലത്തില് ആ സമയം യശോദ മാതാവ് അവിടെ യോഗമായയ്ക്ക് ജന്മം കൊടുക്കുകയാണ്. അപ്പൊ ഇതെല്ലാം ഇനി ഫുള്ളൊരു കഥ പോലെ ഇങ്ങനെ പോവുകയാണ് അവിടെ. ആ സമയത്ത് തന്നെ വസുദേവർക്ക് എല്ലാ ഇൻസ്ട്രക്ഷൻസും കൊടുത്തു കഴിഞ്ഞു ഭഗവാൻ. എന്ന് വെച്ചാൽ നന്ദഗ്രഹത്തിൽ പോയി ഭഗവാനെ അവിടെ വെച്ചിട്ട് അവിടെ കിടക്കുന്ന ആ ഒരു കുട്ടീനെ എടുത്ത് തിരിച്ച് കാരാഗ്രഹത്തിലോട്ട് വരണം. അപ്പൊ ഇനി അടുത്ത ടാസ്ക്, വസുദേവരുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് അതാ. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയുള്ള എല്ലാ ഭടന്മാരെല്ലാം ഉറങ്ങി വീണു. അവിടുത്തെ എല്ലാ കാരാഗ്രഹത്തിലെ എല്ലാ കതകുകളും തന്നെ തുറന്നു. അവരുടെ കയ്യിലുള്ള ആ കൈ കെട്ടിയിരിക്കുന്ന ചങ്ങലയെല്ലാം തന്നെ അഴിഞ്ഞു മാറി. എന്നിട്ട് വസുദേവര് ആ കുഞ്ഞിനെ ഒരു തൊട്ടിലാക്കി അതെടുത്ത് ആ ഒരു ബാസ്ക്കറ്റിലാക്കി അതെടുത്ത് വസുദേവരുടെ തലയിലോട്ട് എടുത്ത് വെക്കുകയാണ്. അപ്പോഴത്തേക്കുമാണ് വസുദേവരുടെ മനസ്സിലുള്ള എല്ലാ അജ്ഞതകളും എല്ലാം അന്ധകാരവും എല്ലാം എങ്ങനെയാണോ പെട്ടെന്ന് ഒരു ഇരുട്ടുള്ള രാത്രിയിൽ പെട്ടെന്ന് സൂര്യൻ വന്ന് എല്ലായിടത്തും പ്രകാശം പരത്തുന്ന, അതുപോലെ മനസ്സിലുള്ള എല്ലാ അജ്ഞതകളും ഭയവും എല്ലാം തന്നെ വസുദേവരുടെ മാറുകയാണ്. എന്നിട്ട് ഈ ഭഗവാനെയും കൊണ്ട് തലയിൽ വെച്ചുകൊണ്ട് പതുക്കെ ആ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ സമയം അവിടെ ഒരു ചെറിയ ചാറ്റൽ മഴ വരുന്നുണ്ട്. ആ മഴയിൽ നിന്ന് ഭഗവാനെ സംരക്ഷിക്കാനായിട്ട് അവിടെ അനേകം ഭണങ്ങളോട് കൂടിയിട്ടുള്ള ശേഷനാഗവും അവിടെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഇവരുടെ പുറകെ വരുന്നുണ്ട്. അപ്പോ വസുദേവർക്ക് നേരെ ഗോകുലത്തിലോട്ട് പോകണമെങ്കിൽ യമുന കടക്കണം. യമുന ഭയങ്കര അല തള്ളി, അല്ലെ എങ്ങനെ പറയുന്നേ, ഭയങ്കര തിരമാല അടിക്കുന്നു. ലൈക്ക് അതിലൂടെ നമുക്ക് പോകാനേ പറ്റത്തില്ല. നമ്മളെയും കൂടെ കൊണ്ടുപോകുന്ന രീതിയിലാണ് യമുന ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാലും ഭഗവാന്റെ ആ ഒരു ടാസ്ക് അവിടെ അവരെല്ലാം കൂടെ നിന്നാലേ പറ്റൂ. ഭഗവാനെ ഏതെങ്കിലും രീതിയിൽ സേവിക്കണം എന്നുള്ള ആഗ്രഹത്തോടാണ് ആ അന്തരീക്ഷത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിൽക്കുന്നത്. അപ്പൊ യമുനാ ദേവിയും എന്ത് ചെയ്തു? രണ്ട് സൈഡിലോട്ട് മാറി ആ വസുദേവർക്ക് ഒരു കുഴപ്പവും കൂടാതെ നടന്നു പോകുന്ന രീതിയിൽ ആക്കി കൊടുക്കുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എന്ത് സംഭവിക്കുകയാണ്? വസുദേവര് നേരെ നന്ദ ബാബയുടെ ആ ഗ്രഹത്തിലെത്തുകയാണ്. അവിടെ നോക്കിയപ്പോഴത്തേക്കും യശോദ മയ്യ ഓൾറെഡി പ്രസവിച്ച് കിടക്കുകയാണ്. അപ്പൊ യശോദ പ്രസവിച്ച് കിടക്കുകയാണ്. ഒരു കുട്ടി ഉണ്ടായെന്ന് മാത്രമേ അറിയത്തുള്ളൂ. അതൊരു പെൺകുഞ്ഞാണോ അതൊരു ആൺകുഞ്ഞാണോ എന്നുള്ളതൊന്നും അറിഞ്ഞൂടാ. ഭയങ്കര ക്ഷീണിച്ച് അവിടെ കിടക്കുകയാണ്. അങ്ങനെ വസുദേവര്
ആ ഭഗവാൻ ശ്രീകൃഷ്ണനെ അവിടെ ആ യശോദയുടെ അടുത്ത് വെച്ചിട്ട് അവിടെ ആ ആം, മറ്റേ കുഞ്ഞിനെ തിരിച്ച് ആ ഒരു കൊട്ടയിലിട്ട് എന്താ തിരിച്ച് കാരാഗ്രഹത്തിലോട്ട് പോവുകയാണ്. അപ്പോഴും കാരാഗ്രഹത്തിലോട്ട് തിരിച്ചു പോകുമ്പോഴും എങ്ങനാ നേരത്തെ പോയ പോലെ തന്നെ യമുന രണ്ട് സൈഡിലോട്ട് മാറി ആ, എല്ലാ രീതിയിലും വസുദേവരെയും ആ കുഞ്ഞിനെയും പ്രൊട്ടക്ട് ചെയ്ത് തിരിച്ച് കാരാഗ്രഹത്തിലോട്ട് എത്തുകയാണ്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ തിരിച്ച് വസുദേവര് ആ കാരാഗ്രഹത്തിലെത്തി എല്ലാം പഴയ അവസ്ഥയായപ്പോഴത്തേക്കും ആ കുഞ്ഞ് കിടന്ന് കരയാൻ തുടങ്ങി. ഏതാ? യോഗമായ. അവിടെ യോഗമായയുടെ ഒരു അവതാരമായിട്ടുള്ള അനംഷ അനംഷ എന്നാണ് അതിന്റെ പേര്. ആ കുഞ്ഞിന്റെ ആ ആ ആ ഒരു അവതാരത്തിന്റെ പേര് അനംഷ എന്നാണ്. ആ ആ കുഞ്ഞ് കിടന്ന് കരയാൻ തുടങ്ങി. കരയാൻ തുടങ്ങിയപ്പോ എന്ത് പറ്റി? അവിടെ ഉടനെ തന്നെ ആ ഭടന്മാരെല്ലാം എണീറ്റു, പെട്ടെന്ന് കംസനെ കാര്യം അറിയിച്ചു. അപ്പൊ കംസൻ ഉടനെ എന്താണ് കാരാഗ്രഹത്തിലോട്ട് വരികയാണ്. അപ്പൊ അവിടെ എന്തോ കാഴ്ച കാണുന്നത്? വസുദേവരുണ്ട്, ദേവകിയുണ്ട്, കയ്യില് ഒരു പെൺകുഞ്ഞിരിക്കുന്നു. അപ്പൊ കംസൻ ഉടനെ വന്ന് അതിനെ കൊല്ലണം എന്ന് വെച്ചാൽ എന്ത് അശരീരി എന്താ പറഞ്ഞത്? എട്ടാമത്തെ ദേവകിയുടെ എട്ടാമത്തെ ആ കുഞ്ഞ് കംസനെ വധിക്കുമെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത് എട്ടാമത്തെ കുഞ്ഞ് ജനിച്ചു. ഇത്രയും നാളും ഭയങ്കര ഭയത്തോടാണ് കംസൻ ഇരിക്കുന്നത്. അപ്പൊ എന്തുവാണേലും ആ ഒരു ദേഷ്യത്തില് കംസൻ വന്നിട്ട് എന്ത് ചെയ്യാണ്? ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കൊല്ലാനായിട്ട് നോക്കുകയാണ്. പക്ഷെ ദേവകി അവിടെ കുറേ എന്താ ദേവകി കുറെ കരഞ്ഞ് അപേക്ഷിക്കുന്നുണ്ട്. അതായത് ദേവകി എന്തോ പറഞ്ഞെന്ന് നോക്കാം. ഹേ സഹോദര, താങ്കൾ ദുഃഖിതരോട് എപ്പോഴും സ്നേഹവും അഭയവും കാണിക്കുന്നവനാണ്. ഇപ്പം ഈ നിൽക്കുന്നത് താങ്കളുടെ സഹോദരിയാണ്. അപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നതും ഒരു കാരാഗ്രഹത്തിലാണ്. എന്റെ ഇത്രയും ഇതിനു മുമ്പ് ജനിച്ച എല്ലാ പുത്രന്മാരെയും അങ്ങ് വധിച്ചു കളഞ്ഞു. പക്ഷെ ഇതാണ്ട് ഇപ്പം എനിക്ക് ജനിച്ചിരിക്കുന്നത് ഒരു പെൺകുഞ്ഞാണ്. ആ പെൺകുഞ്ഞിനെ അങ്ങ് വധിച്ചു കഴിഞ്ഞാൽ അങ്ങയ്ക്ക് അത് ഭയങ്കര അങ്ങയ്ക്കൊരു പേരുദോഷമായി മാറും. അതുകൊണ്ട് ഇത്രയും ശ്രേഷ്ഠനായിട്ടുള്ള അങ്ങ് ഒരിക്കലും ഈ ഒരു കുറ്റം ചെയ്യാൻ പാടില്ല എന്ന് ദേവകി പറയാണ്. അപ്പൊ ഇത് കേട്ടിട്ടും കംസൻ എന്ത് ചെയ്യുന്നില്ല? കംസൻ ഒട്ടും തന്നെ മനസ്സ് മാറുന്നില്ല. കംസൻ എന്നിട്ട് ആ പെൺകുഞ്ഞിന്റെ കാല് രണ്ടും പിടിച്ച് ഭിത്തിയിലോട്ട് അടിക്കാൻ പോകുന്ന ആ ഒരു സമയത്ത് കംസന്റെ കയ്യിൽ നിന്ന് ആ കുഞ്ഞ് എന്താ പിടിവിട്ട് വേറൊരു വലിയൊരു യോഗമായയുടെ ശരിക്കുമുള്ള ആ ഒരു രൂപം സ്വീകരിച്ചു വരികയാണ്. അപ്പൊ ഇനി യോഗമായയെ കാണാൻ എങ്ങനെയാണ്? യോഗമായ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര അതിസുന്ദരിയായിട്ട് 8 കൈകളോടുകൂടി, ആ 8 കൈകളിലും ഓരോ ദിവ്യ ആയുധങ്ങൾ ധരിച്ചിട്ടുണ്ട്. അവിടെ ഈ പിക്ചറിൽ കാണുന്നത് പോലല്ല, ഒരു രഥത്തിലൊക്കെ ഇരിക്കുന്ന രീതിയിലാണ് അവിടെ യോഗമായ പ്രത്യക്ഷപ്പെടുന്നത്. എന്നിട്ട് യോഗമായ കംസന്റെ അടുത്ത് പറയാണ്. എന്തോ പറഞ്ഞേ? ഹേ കംസ, നിന്നെ കൊല്ലാൻ പോകുന്ന ആ പരിപൂർണതമനായിട്ടുള്ള സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ വേറെ എവിടെയോ അവതരിച്ചു, ഓൾറെഡി ജനിച്ചു. നീ ദീനയായ ഈ ദേവകിയെ ഇനിയും വെറുതെ ദുഃഖിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. എന്നുവെച്ചാൽ നിന്റെ അന്ധകനായിട്ടുള്ള ഒരാള് ഓൾറെഡി ജനിച്ചു കഴിഞ്ഞു, എവിടെയോ ജനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയും നീ ഇവരെ ദുഃഖിപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം യോഗമായ എങ്ങോട്ട് പോയി? വിന്ധ്യാചല പർവ്വതത്തിലേക്ക് അവിടെ പോവുകയാണ്. പിന്നെ അവിടെ ഓരോ പേരുകളിലും ഭയങ്കര പ്രശസ്തമായി യോഗമായ അവിടോട്ട് പോവുകയാണ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്നാണ് കംസന് പിന്നെ റിയലൈസേഷൻ വരുന്നത്. അങ്ങനെ കംസൻ എന്ത് ചെയ്യാണ്? അപ്പൊ ഇതെല്ലാം നമുക്കറിയാവുന്ന കഥകളാണ് അല്ലെ? നമ്മൾ ഒന്നും കൂടെ ഭഗവാനെ പറ്റി ഓർക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ഇതിപ്പം ഞാൻ പറയുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട എപ്പോഴും ഭഗവാനെ കുറിച്ചുള്ള ചിന്ത. അപ്പൊ കംസൻ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കംസന് ഭയങ്കരമായിട്ടുള്ള പേടിയും കുറ്റബോധവും ഒക്കെ തോന്നി. കംസൻ നേരെ വസുദേവരുടെയും ദേവകിയുടെയും കാലയിൽ പോയി വീണിട്ട് ക്ഷമിക്കണം, ഞാൻ ഇപ്പൊ ഇത്രയും ചെയ്തതെല്ലാം വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് എൻ്റെ അടുത്ത് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് അപേക്ഷിക്കാൻ തുടങ്ങി. പക്ഷെ ഇനിയും പറഞ്ഞിട്ട് കാര്യമുണ്ടോ?
അങ്ങനെ കംസൻ കരഞ്ഞ് കരഞ്ഞ് അവരുടെ എന്താ കണ്ണീരെല്ലാം അവരുടെ പാദങ്ങളിലാ വീഴുന്നത്. എന്നിട്ട് ക്ഷമിക്കണം എന്നൊക്കെ പറയാണ്. അപ്പം ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ലൈക്ക് ഒരു അസുരൻ വരുമ്പോഴത്തേക്കും അവരുടെ മനസ്സ് വളരെ പെട്ടെന്ന് മാറുന്നു. അതായത് ആദ്യം ഞാനിത് പറഞ്ഞപ്പോഴേ പറഞ്ഞു, എന്താണ് ആദ്യം വസുദേവരുടെ ആദ്യത്തെ കുട്ടി ഉണ്ടായപ്പോ വസുദേവര് കംസന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തപ്പോഴത്തേക്കും കംസൻ പറഞ്ഞു, ഈ കുട്ടിയെ ഞാൻ കൊല്ലുന്നില്ല, എട്ടാമത്തെ കുട്ടിയെ മാത്രം മതി എന്ന് പറഞ്ഞ് ഭയങ്കര കരുണ തോന്നി തിരിച്ചു വിട്ടതാ. പക്ഷെ ഉടനെ തന്നെയാണ് ആ ഒരു കംസന്റെ മനസ്സ് മാറി ആ എല്ലാ കുഞ്ഞുങ്ങളെയും നശിപ്പിക്കുന്നത്. അതുപോലെ ഇപ്പോഴും എന്താണ്, ആ മനസ്സൊരിക്കലും കംസന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അത് നമുക്കൊരു പാഠമാണ്. നമുക്കും എന്താണ്, ആ മനസ്സ് കൺട്രോൾ ചെയ്യുന്നതാണ് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. പക്ഷെ ഭഗവാനെ കൂടുതൽ വിളിക്കുന്നതും കൊണ്ട്, ഭഗവാന്റെ നാമം ജപിക്കുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിൽ നിന്നുള്ള ആ ഒരു ഇംപ്യൂർ ആയിട്ടുള്ള ആ ഒരു കാര്യം എല്ലാം മാറിയാൽ മാത്രമേ നമുക്ക് അത്രയും രീതിയിൽ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പൊ ഇവിടെ കംസന്റെ ഭയങ്കര ദേഷ്യത്തോടിരുന്ന ആ കംസന്റെ മനസ്സ് ഉടനെ പെട്ടെന്ന് എന്ത് ചെയ്യാണ്, ആ ഒരു കുറ്റബോധം ഒക്കെ കൊണ്ട് നിറഞ്ഞ് കംസൻ പറയാണ്, ഇതെല്ലാം ഞാനല്ല ചെയ്തത്, ഇതെല്ലാം കാലം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തില് ക്ഷമ ചോദിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ദേവകിയും വസുദേവരും ഇനി ക്ഷമിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഓൾറെഡി അത് എന്താ വിധിയാണ്, അതായത് കംസൻ മരണപ്പെടും എന്നുള്ളത്. അതുകൊണ്ട് ഇനി നമുക്ക് ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. അപ്പൊ അപ്പൊ നമുക്കിപ്പം തോന്നിക്കാണും, ഇനിയും കംസൻ നല്ലവനാകും. പക്ഷേ ഇല്ല. അടുത്ത ദിവസം രാവിലെ തന്നെ കംസൻ എന്ത് ചെയ്തു? ബാക്കിയുള്ള എല്ലാ അസുരന്മാരെയും വിളിച്ചു വരുത്തി എന്താ എന്തേലും ഒരു പ്ലാൻ ഉണ്ടാക്കാനായിട്ട് ഇവര് നിൽക്കുകയാണ്. അപ്പൊ പ്രലംബാസുരൻ, ധേനുകാസുരൻ തുടങ്ങിയ എല്ലാ അസുരന്മാരെയും വിളിച്ചു വരുത്തി കംസൻ യോഗമായ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അവരുടെ അടുത്ത് പറയാണ്. അപ്പൊ ഇത് പറഞ്ഞു കേട്ടപ്പോ തന്നെ ബാക്കിയുള്ള എന്താ അസുരന്മാരപ്പൊ കംസന്റെ അടുത്ത് പറയാൻ തുടങ്ങി, കംസ ഇപ്പം എന്താ നേരത്തെ കംസൻ എന്തിനാണ് ഇത്രയും ഭയക്കുന്നേ? മഹാവിഷ്ണുവിന്റെ ആ ഒരു ശരീരം എന്ന് പറയുന്നത് എന്താണ്? ബ്രാഹ്മണര്, സാധുജനങ്ങള്, ധർമ്മം, യജ്ഞം, എന്താ വേദങ്ങള്, ദേവന്മാര്, ഇതൊക്കെയാണ് ഭഗവാൻ എന്ന് പറയുന്നത് അല്ലെ? അതൊക്കെയാണ് എന്താ ഭഗവാൻ എന്ന് പറയുന്നതല്ല. അതായത് പശുക്കൾ, ബ്രാഹ്മണർ, സാധുജനങ്ങൾ, വേദങ്ങൾ, ദേവന്മാർ, ധർമ്മം, യജ്ഞം മുതലായ മറ്റ് തത്വങ്ങളാണ് മഹാവിഷ്ണുവിന്റെ ശരീരമായി കണക്കാക്കപ്പെടുന്നത്. അപ്പോ ഇവരെയൊക്കെ നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനെയും നശിപ്പിക്കാം എന്നുള്ള ആ ഒരു എന്താ ഒരു തെറ്റായ ഇൻഫർമേഷൻ ആണ് അവിടെ കംസന് കൊടുക്കുന്നത്. ഇതെല്ലാം ഭഗവാനിൽ ഉള്ള കാര്യങ്ങളാണെങ്കിലും ഒരിക്കലും നമുക്ക് അവരെ എന്താ വിഷമിപ്പിക്കുന്നത് കൊണ്ട് കൂടുതൽ നമ്മുടെ ആ ഒരു അല്ലെങ്കിൽ ഇപ്പൊ കംസന്റെ മരണം ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കംസൻ പിന്നെയും പിന്നെയും തെറ്റുകൾ ചെയ്യാണ്. അതിനെ പ്രേരിപ്പിക്കാനായിട്ട് കുറെ ആൾക്കാരും കൂടെയുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അസോസിയേഷൻ. നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഒരു കുറേ പരിധി വരെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ കൂടുതൽ ഭക്തന്മാരുമായിട്ടാണ് ഇടപഴകുന്നതെങ്കിൽ അതുപോലാകും നമ്മുടെ ചിന്താഗതിയും നമ്മുടെ മനസ്സും നമ്മുടെ പ്രവൃത്തികളും. അപ്പൊ ഇവിടെ കംസന്റെ കൂടെ ഉള്ള ആൾക്കാർ ആരൊക്കെയാണ്? അതിലും മോശമായിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് എങ്ങനെ ഇവരുടെ വാക്കുകളൊക്കെ കേട്ട് കംസൻ ആക്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കംസന് എന്തുവാണെങ്കിലും അവസാനം വളരെ പന്നൊരു അന്ത്യമായിരിക്കും വരുന്നത്. അപ്പൊ ഇതെല്ലാം കംസന്റെ അടുത്ത് ബാക്കിയുള്ള അസുരന്മാര് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അവരെന്ത് ചെയ്തു? കംസൻ പറഞ്ഞു, എന്നാ നിങ്ങൾ പോയി എന്താ ബ്രാഹ്മണന്മാരെയും സാധുജനങ്ങളെയും ജനിച്ചിട്ട് 10 ദിവസം ആയിട്ടുള്ള കുട്ടികളെയും എല്ലാവരെയും അതുപോലെ നശിപ്പിക്കാൻ പറയാണ്. അങ്ങനെ ഈ ദൈത്യന്മാരും ഈ അസുരന്മാരെല്ലാരും എന്താണ് ഇറങ്ങിത്തിരിച്ച് എല്ലായിടത്തും വളരെ ഭയങ്കര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ ഇവർക്കൊക്കെ എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് രൂപം മാറാൻ പറ്റും. അപ്പോ പാമ്പിന്റെ രൂപത്തില് അല്ലെങ്കിൽ ചെറിയ ഇതുണ്ടല്ലോ സ്കോർപ്പിയൻ, അതിനെന്താണ് മലയാളത്തിൽ പറയുന്നത്? ആ ഒരു രൂപത്തിൽ ഒക്കെ വന്ന് കുഞ്ഞുങ്ങളെയും എല്ലാത്തിനെയും കൊന്ന് നശിപ്പിക്കാൻ തുടങ്ങി. ഓക്കെ.
അപ്പൊ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നുള്ള പുരുഷാർത്ഥം എല്ലാം ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഡിസ്ട്രോയ് ആയി പോവാണ്. അങ്ങനെ കംസൻ പിന്നെയും പിന്നെയും പന്ന പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ ഒരു അധ്യായം തീരുന്നത്. ഓക്കെ, ഹരേ കൃഷ്ണ. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ?